വചനമാണ് മാംസമായി മറിയത്തിൻ്റെ ഉദരത്തിൽ ഉടലെടുത്തത്. വചനമാണ് വിതയ്ക്കേണ്ടത്, വചനമാണ് വിതയ്ക്കപ്പെടേണ്ടത്. പ്രിയ ദൈവമക്കളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചേൻ, കർത്താവേ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ഇന്ന് എൻ്റെ ജീവിതത്തെ സ്പർശിക്കട്ടെ. നല്ല നിലത്ത് വീണ വചനം പോലെ അത് എന്നിൽ പൊട്ടി മുളയ്ക്കട്ടെ. അതിൻ്റെ അഭിഷേകം എന്നിൽ വലിയ നിറവായി വളർന്ന് പന്തലിക്കട്ടെ. ആരെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഈ വചനത്തിൻ്റെ നിറവ് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, ജോലി സ്ഥലങ്ങളെ തമ്പുരാൻ അനുഗ്രഹിക്കും. ആ നിറവ് കൊണ്ട് അനുഗ്രഹിക്കും നിങ്ങളെ. ഈ ഒരു വിശ്വാസത്തിൽ ആകുവാനായി നമുക്ക് പരിശ്രമിക്കാം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ വചനം കേൾക്കുന്ന കേൾവിക്കാർ മാത്രമായി പോകും. നമ്മൾ ഈ കുറച്ച് സമയം ധ്യാനിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ഉം 13-ഉം വചനങ്ങളെക്കുറിച്ചാണ്. വചനം ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്: ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. വചനത്തിൻ്റെ അഭിഷേകത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഇന്ന് ഈ രാത്രി എന്നോട് എന്താണോ സംസാരിക്കേണ്ടത്, യേശുവേ, അത് വൈദികനിലൂടെ എന്നോട് സംസാരിക്കണമേ. ആ ഒരു അഭിഷേകത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം വരികൾക്കിടയിലൂടെ വായിക്കണം. സുവിശേഷത്തിലുള്ള വചനം കണ്ണിന് കാഴ്ചയുള്ളവർക്കും വായിക്കാൻ അറിയുന്നവർക്കും ഒക്കെ നോക്കി വായിക്കാം. പക്ഷേ അതിൻ്റെ പൊരുൾ അറിയണമെന്നുണ്ടെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കണം. വരികൾക്കിടയിലൂടെയുള്ള വചന വായനയാണ് പറയുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ വായിക്കണമെന്ന് പറയുന്നത്. അപ്പോഴാണ് ആത്മാവ് നമ്മോട് സംസാരിക്കുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷകം വായിക്കുമ്പോഴേ ഇതെനിക്ക് ഞാൻ പണ്ട് വായിച്ചതല്ലേ, ഇതേക്കുറിച്ചാണ് അച്ഛൻ പറയുവാൻ പോകുന്നത്. നമ്മുടെ പള്ളി പ്രസംഗങ്ങളിൽ അച്ഛന്മാർ പ്രസംഗം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ചില സമയങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്തത്? ഈ വചനം ഞാൻ കേട്ടിട്ടുണ്ട്, ഇതേക്കുറിച്ച് അച്ഛൻ എന്നതാ പറയാൻ പോകുന്നത് എന്ന് നമ്മൾ അങ്ങ് മുൻകൂട്ടി അത് തീരുമാനിച്ചുറപ്പിക്കും. അല്ല, അഭിഷേകത്തിനുണ്ട്. ദൈവമേ, ഈ വചനം വരികൾക്കിടയിലൂടെ വായിച്ചു നേടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. ദൈവപുത്രനായിരുന്നിട്ട് പോലും പ്രാർത്ഥിക്കുവാൻ ഒരിടം കണ്ടെത്തി. നിങ്ങൾ ഈ നിമിഷം ആയിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം ഈ നിമിഷം അവിടെ ഉണ്ടെന്നങ്ങ് വിശ്വസിക്കുക. യേശു ദൈവപുത്രനായിരുന്നിട്ട് പോലും പ്രാർത്ഥിക്കുവാൻ ഒരു മലയിലേക്ക് പോയി. സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ നാം കാണുന്നില്ലേ? എന്തിനേറെ പറയുന്നു, കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ? യേശു പ്രാർത്ഥിക്കുവാനായി ഒലിവുമലയിലേക്ക് പോയി. എന്തിന് പ്രാർത്ഥിക്കണം എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരമാണത്. ദൈവപുത്രൻ പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? തീർച്ചയായും പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ ഹിതം, തന്നെ അയച്ചവൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട്, തന്നെ അയച്ചവൻ്റെ ഹിതം അറിയുവാനായി അവൻ പ്രാർത്ഥിച്ചു. എന്താണ് സ്വർഗസ്ഥനായ പിതാവ് പുത്രനായ എന്നിലൂടെ ആത്മാവിനാൽ പ്രചോദിപ്പിച്ച് പറയേണ്ടത് എന്ന് അവിടുന്ന് തമ്പുരാനോട് ആരാഞ്ഞുവെന്ന് വേണം കരുതുവാനായി. പ്രാർത്ഥിക്കുവാനായി അവൻ മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും ചിലവഴിച്ചു. ജാഗരണ പ്രാർത്ഥനയുടെ കാലം ഇന്ന് പല സ്ഥലങ്ങളിലും ഇടവകകളിലും പ്രദേശങ്ങളിലും അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു എന്നാണ് പറയണേ. രാത്രി മുഴുവൻ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു. ഒരു മനുഷ്യനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയുമോ? ഉറക്കമാണ്. ഉറങ്ങിക്കിടക്കുന്ന ആരെങ്കിലും അർദ്ധരാത്രി വന്ന് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊരു ദേഷ്യമായിരിക്കും. നമ്മിലുള്ള എല്ലാ കോപവും അങ്ങ് പുറത്തു വരും. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത്
ഉറക്കമാണ്. അപ്പോൾ രാത്രി മുഴുവൻ എന്ന് പറയുമ്പോൾ രാത്രി ഉണർന്നിരുന്ന് അവൻ പ്രാർത്ഥിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വർഗസ്ഥനായ പിതാവിന് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ നിമിഷം ഈ ഒരു അഭിഷേകത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് എന്നതാ? അത് എനിക്കൊരു മണിക്കൂറോ ഒരു ദിവസമോ മാറ്റി വെക്കാനായിട്ട് പറ്റുമോ? പ്രാർത്ഥനയുടെ അരൂപി അവിടെ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് സ്പർശിക്കും. ആ ഒരു കൃപ ഈ നിമിഷം ദൈവമക്കൾക്ക് ലഭിക്കട്ടെ. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ധ്യാനിച്ച് കരുതുക. ചിലപ്പോൾ വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും വസ്തുവായിരിക്കാം. അതൊന്ന് മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. 1 or 2 ദിവസം അതിനെ മാറ്റിവെക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ലഭിക്കും. വചനം പിന്നീട് പറയുന്നത് പ്രകാരമാണ്: പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. പ്രഭാതമായപ്പോൾ എന്ന് വെച്ചാൽ രാത്രി മുഴുവനും അവൻ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രഭാതമായപ്പോൾ ശിഷ്യന്മാരെ മുഴുവനും അടുത്ത് വിളിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഈ 12 പേരിൽ ഒരുവൻ യൂദാസ് ആയിരുന്നു. ഒരു രാത്രി മുഴുവനും ഈശോ സ്വർഗസ്ഥനായ പിതാവുമായി ചർച്ച നടത്തിയതിന് ശേഷം 12 പേരെ തിരഞ്ഞെടുത്തവരിൽ ഒരു യൂദാസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് തെറ്റുപറ്റി എന്ന് പറയുവാൻ സാധിക്കുമോ? എന്തുകൊണ്ടായിരിക്കാം ഈശോ യൂദാസിനെ കൂടെ തിരഞ്ഞെടുത്തത്? അവൻ എവിടുത്തുകാരനാണ്? എങ്ങനെയുള്ള വ്യക്തിയാണ്? അവൻ്റെ ബലഹീനത എന്താണ് എന്ന് അറിയാവുന്നവനാണ് തമ്പുരാൻ. എന്നിട്ടും അവനെ ചേർത്ത് നിർത്തി. തിരഞ്ഞെടുപ്പ്, യൂദാസിന് തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ധ്യാനിച്ച് എൻ്റെ സ്ഥിതി യൂദാസുമായി താതാത്മ്യപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ എവിടെയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്കറിയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും യൂദാസിനെ അത്ര ഇഷ്ടമൊന്നുമില്ല എന്ന്. ഒരു സ്ഥലത്ത് യൂദാസിനെ ഇഷ്ടമുള്ളവർ കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ആളുകൾ കൈപ്പൊക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? അവന് വെള്ളി നാണയം കിട്ടി, അവന് അത്യാവശ്യം പണം ഉണ്ടായിരുന്നു, അവൻ കാര്യസ്ഥനായിരുന്നു. മറ്റു ചിലർ പറഞ്ഞു, യൂദാസ് ഇല്ലെങ്കിൽ ആര് അവിടുത്തെ ഒറ്റിക്കൊടുക്കും? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറണ്ടേ? ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കണ്ടേ? അതുകൊണ്ടൊരു യൂദാസ് ആവശ്യമുണ്ടായിരുന്നു. അത് അശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ നമ്മെ കണ്ടുപിടിക്കാനായിട്ട് ഒരാളുടെ ആവശ്യമില്ല. അതിന് പോലീസുകാരോടോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരും. റോമാ പടയാളികൾക്ക് ക്രിസ്തു എന്ന മനുഷ്യപുത്രനെ പിടിക്കുവാനായിട്ട് ഒരു യൂദാസിൻ്റെയും സഹായം ആവശ്യമില്ല. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവൻ അവൻ നിങ്ങൾക്കിടയിൽ ഒരു പിശാചുണ്ടെന്ന് പറയുക. മറ്റൊരിടത്തിൽ ഈശോ പറയുന്നതാണ്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, താക്കീതുകളാണ് യൂദാസിന് കൊടുക്കുന്നത്. എന്നിട്ടും അത് അവൻ ഏറ്റെടുത്ത് ചെയ്യുന്നു, താക്കീതുകൾ മറികടന്ന്. യൂദാസിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ ഈശോ വചന വഴിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ആര് തന്നെയായാലും, ഈ ലോകം നിങ്ങളെ വഞ്ചകനെന്ന് പറയാം. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യയായിരിക്കാം നിങ്ങൾ. ഭാര്യ വകവയ്ക്കാത്ത ഒരു ഭർത്താവായിരിക്കാം നിങ്ങൾ. മക്കളാൽ തിരസ്കരിക്കപ്പെട്ട മാതാപിതാക്കന്മാരായിരിക്കാം. എന്തിനേറെ പറയുന്നു, പോയി ചാകൂ എന്ന് മറ്റു പലരും പറഞ്ഞ് അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരിക്കാം നിങ്ങൾ. എന്നാൽ ഈ രാത്രി ഈശോ നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ എൻ്റെ കൂടെ ചേർക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. യൂദാസിനെ ആർക്കും ഇഷ്ടമില്ലെങ്കിലും ഈശോ ഇഷ്ടപ്പെട്ടു. അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 15-16 പറയുന്നത്, നിങ്ങളല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഒരു മദ്യപാനിയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പുകവലിക്കാരനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഏത് മഹാപാപിയെയും സ്നേഹിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു. അവനെയൊക്കെ ചേർത്ത് പിടിക്കും. പാപിനിയുടെ വീട്ടിൽ അവിടെ നിന്ന് പോകുന്നു, സക്കേവൂസിൻ്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടമുണ്ട്. യൂദാസ് പഠിപ്പിക്കുന്ന പാഠം എന്താ? എല്ലാവർക്കും ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇടമുണ്ട്. എല്ലാവർക്കും ഇടമുണ്ട്.
ആരെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ? ജീവിതം ഞാൻ ഇനി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും, ഞാൻ മടുത്തു, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് കരുതിയിരിക്കുന്നവരുണ്ടോ? ഭയപ്പെടേണ്ട, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ശിഷ്യന്മാർ ഭയവിഹുലരായിരിക്കുമ്പോൾ ഈശോയുടെ മരണശേഷം യഹൂദന്മാർ അവരെ ആക്രമിക്കുമെന്ന പേടിയാൽ അവരിയ്ക്കുകയാ. ഈശോ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ പ്രവേശിച്ച് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്നേ. നിങ്ങൾ ആര് തന്നെയായാലും ഈശോ ഇന്ന് നിങ്ങളോട് പറയുന്ന സന്ദേശം ഇതാ, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഈശോ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഈശോയ്ക്ക് ഞാനും വേണ്ടപ്പെട്ടവനും വേണ്ടപ്പെട്ടവളുമാണ്. നമുക്കറിയാം, യൂദാസ് ഈശോയോട് ഇത്രമാത്രം ചേർന്ന് നിന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവൻ പാപം ചെയ്തു? പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു യൂദാസിൻ്റെ ആവശ്യമില്ലായിരുന്നു ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുവാനായിട്ട്. ചിലർ പറയും, ദൈവത്തിനെല്ലാം അറിയാമായിരുന്നില്ലേ? യൂദാസിനെ കുറിച്ച് ഈശോയ്ക്ക് എല്ലാം അറിയാമായിരുന്നില്ലേ? അപ്പോൾ വേണമെങ്കിൽ ഈശോയ്ക്ക് യൂദാസിനെ തടയാമായിരുന്നില്ലേ? പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നവൻ്റെ പേരല്ല ദൈവം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നവൻ്റെ പേരല്ല ദൈവം. ഈശോയ്ക്ക് എല്ലാം അറിയാമായിരുന്നു, അവൻ ഒറ്റുമെന്ന് അറിയാമായിരുന്നു. ഈശോ അത് പറയുന്നുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പാമ്പളാനിയച്ചൻ പറയുന്ന ഒരു വിശകലനം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കും ഈ വചനം. ഒരു പല്ലി, നമ്മുടെ പിറകിൽ ഒരു പല്ലി, ആ ഭിത്തിയിൽ ഒരു പല്ലി ഉണ്ടെന്ന് കരുതുക. ആ പല്ലി പ്രാണിയെ പിടിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും താഴെ ഇരുന്ന് കാണുന്നുണ്ട്. ആ പല്ലി ആ പ്രാണിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ കാണുന്ന നിങ്ങൾക്കാണോ? ഈ കാണുന്ന നമ്മൾക്കാണോ? അല്ല. അത്രയും അറിവേ ഉള്ളൂ ഈശോയ്ക്ക് യൂദാസ് തന്നെ ഒറ്റുമെന്നതിനെ കുറിച്ച്. ആ പ്രാണി പല്ലിയുടെ വായിൽ അകപ്പെട്ടതിന് പരിപൂർണ ഉത്തരവാദിത്തം പല്ലിക്കാണ്. ഇനി പല്ലി വരുന്നത് കണ്ട് ഞെളിഞ്ഞു ചമ്മഞ്ഞിരിക്കുന്ന പ്രാണിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രാണിക്കാണ്. കാണുന്ന നമ്മൾക്ക്, നിരീക്ഷിക്കുന്ന നമ്മൾക്കല്ല. മാറണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് അവയാണ്. ഇതുപോലെ യൂദാസ് മാറണമോ മാറേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടിയിരുന്നത് യൂദാസായിരുന്നു. അതുകൊണ്ട് ഒരു യൂദാസിൻ്റെയും ആവശ്യമില്ല. അപ്പം ആരെങ്കിലും ഇനി യൂദാസിനെ ദൈവം രക്ഷപ്പെടുത്തിയല്ലോ എന്നെ രക്ഷപ്പെടുത്തും എന്ന് കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ആ രക്ഷ ലഭിക്കുകയുള്ളൂ എന്നുറപ്പാണ്. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. നാട്ടിൻപുറത്തുള്ള ഒരു ചൊല്ലാണ് അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദുഷ്ടന്മാരുണ്ടോ? നിങ്ങളുടെ അയൽവക്കത്ത് ദുഷ്ടന്മാരും ദുഷ്ടകളും ഉണ്ടോ? ഒന്ന് ധ്യാനിച്ച് നോക്കുന്നത് നല്ലതാ. ആരും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പല ദുഷ്ടന്മാരെയും ദൈവം വളർത്തിയ ചിത്രങ്ങൾ വരും. അവനെ വളർത്തി, ഇവനെ വളർത്തി. നമുക്കൊക്കെ ഉള്ളൊരു വിഷമം അതാണ്. അവനെ വളർത്തുന്നു, അയാൾ പള്ളിയിൽ പോകുന്നില്ല, അയാൾ കുമ്പസാരിച്ചിട്ട് 2 വർഷങ്ങളായി, അയാൾക്കാണെങ്കിൽ പലിശയ്ക്ക് പണം കൊടുക്കലാണ് തൊഴിൽ, അയാളാണെങ്കിൽ എല്ലാ അക്രമങ്ങൾക്കും കൂട്ടുനിൽക്കും. എന്നിട്ടും അയാളെ ദൈവം പന പോലെ വളർത്തുന്നു. ഞാനോ സത്യസന്ധമായിട്ട് ജീവിക്കുന്നു, ആരുടെയും തട്ടിച്ചും വെട്ടിച്ചും എടുക്കുന്നില്ല. എനിക്ക് ദാരിദ്ര്യം തന്നെ ദാരിദ്ര്യം. ജോലിയാണെങ്കിൽ മര്യാദയ്ക്ക് കിട്ടുന്നില്ല, ശമ്പളമാണെങ്കിൽ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. എത്ര തവണ ഒരു പുതിയ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കണം, യൂദാസും ഇതുപോലെ തന്നെയാണ്. അവന് പണക്കിഴി ഏൽപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈശോ എന്തൊരു മണ്ടനായിരുന്നു. യൂദാസ് പണക്കിഴിയിൽ കൈയിട്ട് എടുക്കുമെന്ന് അറിയാം. ആ അറിവോടുകൂടി ഈശോ ആ പണക്കിഴി അവനെ ഏൽപ്പിച്ചു. യൂദാസ് പണം സ്വരുക്കൂട്ടി ഇങ്ങനെ കൂടുതൽ പണം സമ്പാദിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് സമ്പത്ത് നേടാൻ അമിത വ്യയം ചെയ്യരുത് എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നുണ്ട്. സമ്പത്ത് നേടാൻ അമിത വ്യയം ചെയ്യരുത്. അതുകൊണ്ടല്ലേ പറയണേ, കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ എന്ന് നീട്ടി വെക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ പാപം ചെയ്യരുത്. ഒരുപക്ഷെ യൂദാസിനെ പറ്റിയതായി അതായിരിക്കാം. സാരമില്ല, അവനെ തന്നെ രക്ഷിച്ച് എന്നെ രക്ഷിക്കുമെന്ന് അവൻ കരുതി കാണും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാ, കർത്താവ് ക്ഷമിക്കുമെന്നേ. വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് ആരും
പാപം ചെയ്യരുത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, കാറ്റു നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ചെയ്യുകയില്ല. അവനവൻ ചെയ്തതിൻ്റെ കൂലി അവനവന് കിട്ടും. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ മനസ്തപിക്കണം. നിങ്ങളുടെ മാതാവോ പിതാവോ മനസ്തപിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ പാപങ്ങളോട് നിങ്ങൾ മനസ്തപിക്കണം. കർത്താവിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കണം. ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കണം. യൂദാസ് മനസ്താവപ്പെടുന്നുണ്ട്. പക്ഷേ യൂദാസിന് ഒരിക്കലും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുന്നില്ല. ക്രിസ്തു കരുണ കാണിക്കുമെന്ന് അവൻ മറന്നുപോയി. കൂടെ ജീവിച്ചിട്ട് പോലും കരുണാമയനാണ് എൻ്റെ തമ്പുരാൻ എന്നുള്ള പാഠം അവൻ മറന്നുപോയി. സ്വയം അപകർഷതാബോധം കൊണ്ട് വിഷാദ രോഗത്തിന് അടിമയായി അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. ആരെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് യൂദാസിൻ്റെ ചിന്തയാണ്. എന്നെ ദൈവത്തിന് ഇഷ്ടമില്ല, ഞാൻ വിലകെട്ടവനാണ്, വിലകെട്ടവളാണ് എന്നുള്ള ചിന്ത, അപകർഷതാബോധം അയക്കുന്നത് ചെകുത്താൻ യൂദാസിൻ്റെ ആത്മാവിനെ അയക്കുകയാണ്. തിരിച്ചുവരവിൻ്റെ ആത്മാവാണ് പത്രോസിനുള്ളത്. പത്രോസ് പാപം ചെയ്തു, ഗുരുവിനെ നിഷേധിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പത്രോസ് തിരിച്ചു വന്നു. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളി പ്രകാരം പറയുന്നുണ്ട്, പാപം ചെയ്തു പോയ ദാവീദിനോട് കർത്താവ് കാണിച്ച കരുണയോർത്ത് ഞാൻ വിലപിച്ചിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, അനുതപിക്കുന്ന പാപിയെ ചേർത്ത് പിടിക്കുന്നവനാണ് തമ്പുരാൻ. അപ്പോൾ യൂദാസ് പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്, അവനെ പോലെ അനുതാപമില്ലാത്തവരായി നമ്മൾ നശിക്കരുത്. ഈ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, പ്രിയമുള്ള ദൈവമക്കളെ, ഈശോ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തതാണ് യൂദാസിനെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ തീരുമാനങ്ങളാണ് കുറേയേറെ പ്രാർത്ഥിച്ചിട്ട് എടുത്തിട്ടുള്ളത്. എത്ര ആലോചിച്ചിട്ടാണ് നേഴ്സിംഗ് കോഴ്സിനോ എൻജിനീയറിങ്ങിനോ ഏതെങ്കിലും ഒരു നല്ല സ്കൂളിലോ കലാലയത്തിലോ ഏതെങ്കിലും നല്ല കോഴ്സിനോ നമ്മൾ ചേരുന്നത്. എന്തിനേറെ പറയുന്നത്, എത്രയോ ആലോചിച്ചിട്ടാണ് ഒരു വിവാഹം നമ്മൾ കഴിക്കുന്നത്. ചിലർ 10ഉം 12ഉം പെൺകുട്ടികളെ കാണുന്നു, ചിലരാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ. എന്നിട്ട് അവസാനം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഏറ്റവും മംഗളകരമായ വിവാഹമൊക്കെ കഴിയും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഭർത്താവ് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ തെറ്റിപ്പോയോ? ഭാര്യ ചിലപ്പോൾ ചോദിക്കും, ഇതയാനെയാണല്ലോ എനിക്ക് നൽകിയത്, എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയോ? ആരെങ്കിലും നിങ്ങളുടെ മക്കളെക്കുറിച്ച്, ദൈവമേ ഇങ്ങനെയൊരു മകനെയാണോ മകളെയാണോ എനിക്ക് നൽകിയിരിക്കുന്നത്, ഇങ്ങനെയൊരു ഭർത്താവിനെ അല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയൊരു ഭാര്യയല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയുള്ള ദുശ്ചിന്തകളാൽ വലയുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ, സഹിക്കുവാനുള്ള കൃപ, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. യൂദാസിനെ തിരഞ്ഞെടുത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്ന പാഠം അതാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ ചിന്തയും തീരുമാനവും. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. സുഭാഷിതം 16:1 വചനം പറഞ്ഞു വെക്കുന്നത് അപ്രകാരമാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്താണ് ദൈവത്തിൻ്റെ തീരുമാനം. ലാസലേറ്റ് ആശ്രമത്തിൽ വിധവകളുടെ ധ്യാനം എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അതിൽ കഴിഞ്ഞയിടെ വിധവകളുടെ ധ്യാനം നടത്തിയപ്പോൾ അതിനകത്ത് വിധവയായൊരു അമ്മ പങ്കുവച്ച ഒരു അനുഭവം ഇപ്രകാരമാണ്. ഇവൾ യുവതിയായിരുന്നപ്പോൾ ഇവൾക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇവളുടെ അപ്പനും ജ്യേഷ്ഠനും മദ്യപിക്കുന്നത് കൊണ്ട് മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെ ലഭിക്കണം. ഈ ഒറ്റ ആഗ്രഹമുള്ളൂ. എല്ലാ ബുധനാഴ്ചയും ഔസേപ്പിതാവിൻ്റെ നൊവേന ചൊല്ലും, എല്ലാ ശനിയാഴ്ചയും മാതാവിൻ്റെ നൊവേന ചൊല്ലി ഇവൾ പ്രാർത്ഥിക്കും. ഒരേ ഒരു ആഗ്രഹം, മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെ ലഭിക്കണം. ഇവൾക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവിനെ ലഭിച്ചു. സന്തോഷമായി. അവൾ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിച്ച് നേർച്ചയിടുന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു, മാതാവേ നന്ദി. ഔസേപ്പിതാവിൻ്റെ രൂപത്തിനടുത്ത് പോയി പറഞ്ഞു, ഔസേപ്പിതാവേ നന്ദി, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന്. നല്ല സുമുഖനായ ദൃഢഗാത്രനായ നല്ലൊരു ഭർത്താവിനെ എനിക്ക് നൽകിയില്ലേ എന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിയാൻ ഒരു സന്ധ്യ സമയത്ത് നീന്തിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറി വന്നത്. നീന്തുവാണ്. മുറ്റത്ത് കിടന്ന് ചവിട്ടുപടിയിൽ നിന്ന് ചവിട്ടുപടിയിലേക്ക് പാമ്പ് ഇഴഞ്ഞ് കയറുന്നത് പോലെ ഇയാൾ കയറുകയാണ്.
ഇവളപ്പോൾ നേരെ അകത്ത് പോയിട്ട് നെഞ്ചത്ത് ഇടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്നെ ചതിച്ചു അല്ലേ, ഇത് ആണല്ലോ എനിക്ക് നൽകിയത്, എൻ്റെ കർത്താവേ എന്നെ ചതിച്ചു അല്ലേ. പക്ഷേ അന്ന് രാത്രി അവൾ കരഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ അവളുടെ മനസ്സിൽ ആരോ മന്ത്രിച്ചു, നിന്നെ ചതിച്ചിട്ടില്ല, നീ പ്രാർത്ഥിക്കുകയെ, നിനക്ക് അവനെ വീണ്ടെടുക്കാൻ സാധിക്കും. പിറ്റേ ദിവസം അവൾ ഉണർന്നത് പുതിയ വ്യക്തിയായിട്ടാണ്. തൻ്റെ ഭർത്താവ് മാറുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഇവൾ പ്രാർത്ഥിച്ചു. അപ്പം അമ്മായിമ്മ പറഞ്ഞു, എടി ഇവൻ കുഞ്ഞുനാളിൽ തുടങ്ങിയ കുടിയാ, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും അവൻ്റെ കുടി മാറുമെന്നൊന്നും കരുതണ്ട, ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങി മരിക്കുവാൻ എനിക്ക് യോഗമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അമ്മായിമ്മ മരുമകളോട് പറയുക. അപ്പം മരുമകൾ ഇവള് പറഞ്ഞു, അമ്മേ അയാൾ മാറും, അമ്മ കൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അയാൾ മാറും എന്ന് പറയുക. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇയാൾ മദ്യപിച്ച് വന്നിട്ട് ഇവള് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എന്തോ പറഞ്ഞ് ബഹളമുണ്ടായി, വാക്കത്തിയെടുത്ത് പൂർണ്ണ ഗർഭിണിയായി ഇവളെ വെട്ടിക്കൊല്ലുവാനായിട്ട് ഇയാൾ ഒരുമ്പെട്ടു. ഇവൾ പെട്ടെന്ന് ഓടി കാപ്പിത്തോട്ടത്തിൽ, വയനാട്ടിൽ കാപ്പിത്തോട്ടങ്ങളുണ്ട് ഒത്തിരി, കാപ്പിത്തോട്ടത്തിൽ ഒളിച്ചു. ഇയാൾ ഈ ഒരു ദേഷ്യം, ഇവളെ കിട്ടിയില്ലല്ലോ, ഭാര്യയെ കിട്ടിയില്ലല്ലോ, നേരെ ആട്ടിൻകൂട്ടിലേക്ക് പോയി അവിടെ ചെന പിടിച്ച് വയറ് നിറഞ്ഞു നിൽക്കുന്ന, നിറവയറോടെ നിൽക്കുന്ന ഒരു ആടുണ്ടായിരുന്നു. ആ ആടിനെ ഇയാൾ വെട്ടിക്കൊന്നു. അത്രമാത്രം ക്രൂരകൃത്യം ചെയ്തു. പിന്നീട് ഇവൾ പറയുക, അച്ഛാ കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടേ ഇയാളൊരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. ഇയാൾ പുതിയ മനുഷ്യനായി. 10 വർഷം ഇയാൾ അങ്ങനെ ജീവിച്ചു. 10 വർഷം. അമ്മ മരിക്കുന്ന സമയത്തെ KSRTCയിൽ ജോലി ചെയ്യുന്ന ഇയാള് 3 മാസം ലീവ് എടുത്ത് അമ്മയ്ക്ക് വെറും വെള്ളമല്ല, പാൽ എന്താ വേണ്ട അത് മുഴുവനും കൊടുത്ത്, വേണ്ടുന്നതെല്ലാം കൊടുത്ത അമ്മയുടെ മരണം ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഇവൾ പറയാ, അച്ഛാ എനിക്ക് ദൈവം ഒരു കുടിയനായ ഭർത്താവിനെ നൽകി, ഞാൻ ദൈവത്തിന് ഒരു വിശുദ്ധനായ ഭർത്താവിനെ തിരിച്ചു നൽകി. എനിക്ക് ദൈവം ഒരു കുടിയനായ ഭർത്താവിനെ നൽകി, ഞാൻ ദൈവത്തിന് ഒരു വിശുദ്ധനായ ഭർത്താവിനെ നൽകി. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. യൂദാസിനെ ഈശോ തിരഞ്ഞെടുത്തുവെന്നുണ്ടെങ്കിൽ ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്. അവനും വേണ്ടപ്പെട്ടവനാണ്. യൂദാസിനെ തിരഞ്ഞെടുത്തതിലൂടെ അവസാനമായി ഈശോ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, അവനെ പോലെ ആകരുത് എന്നുള്ള പാഠം. നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഒരു മദ്യപാനിയെ നിങ്ങൾ കാണുമ്പോൾ ഈശോ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്നതാ? നീ നാളെ അവനെ പോലെ ആകരുത്. ഒരു ദുർനടപ്പുകാരിയെ, ഒരു മോഷ്ടാവിനെ, എപ്പോഴും കുറ്റം പറയുന്ന ഒരാളെ, ഒരു കുതികാൽ വെട്ടുകാരനെ, എപ്പോഴും കള്ളം പറയുന്ന ഒരാളെ കാണുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, അവനെ പോലെ, അയാളെ പോലെ ആകരുത്. യൂദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ചേർത്ത് നിർത്തി തമ്പുരാൻ പഠിപ്പിക്കുന്ന പാഠം എന്നാണെന്നറിയോ? അതേ, നാളെ ഇവനെ പോലെ ആകരുത് കേട്ടോ. നീ വഞ്ചിക്കരുത്, നീ ഒറ്റിക്കൊടുക്കരുത്, നീ വിശ്വാസവഞ്ചന കാണിക്കരുത്, നീ വിശ്വസ്തത പുലർത്തണം നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ കൂടപ്പിറപ്പുകളോട്, നിന്റെ മക്കളോട്, നിന്റെ മാതാപിതാക്കളോട്. വിദൂരത്ത് പഠിക്കാനൊക്കെ പോകുമ്പോഴേ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ മാതാപിതാക്കന്മാരറിയാതെ തെറ്റായ ബന്ധങ്ങളിൽ വീഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ കാണിക്കുന്നത് യൂദാസ് കാണിച്ചതിലും വലിയ പണിയാണ്, വിശ്വാസവഞ്ചന. അത് ഒരിക്കലും ചെയ്യരുത്, ആവർത്തിക്കരുത്. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ അഭിഷേകം നമുക്കിടയിൽ നിറയട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തോട് വാഗ്വാദം നടത്തുവാൻ മനുഷ്യ നീ ആരാണ്? ദൈവത്തോട് വാഗ്വാദം നടത്തുവാൻ മനുഷ്യ നീ ആരാണ്? പാത്രം കുശവനോട് ചോദിക്കുമോ, എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന്, മെനഞ്ഞതെന്ന്? ഏതൊരു ജീവിതാവസ്ഥയിലും ആ അവസ്ഥയെ അംഗീകരിക്കുക, അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമതായി പറഞ്ഞത്, യൂദാസിനെ തിരഞ്ഞെടുത്തതിലൂടെ ഈശോ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഈശോയുടെ ജീവിതത്തിൽ ഇടമുണ്ട്. നമുക്ക് നന്ദി പറയാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, പെറ്റമ്മ മറന്നാലും തമ്പുരാൻ മറക്കുകയില്ല എന്നുള്ള വചനം നമുക്ക് ഓർക്കാം.
യുദാസിനെ വരെ ചേർത്ത് നിർത്തിയവൻ, പാപിനിക്ക് ഇടം കൊടുത്തവൻ, സമരിയക്കാരിക്ക് ഇടം കൊടുത്തവൻ, കുഷ്ഠരോഗിക്ക് ഇടം കൊടുത്തവൻ എനിക്കും ഇടം നൽകും. ആ ഒരു കൃപ. രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത്, എൻ്റെ ദുഷ്ടത ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. മാനസാന്തരത്തിൻ്റെ അരിവുകൾ ദൈവമേ എന്നിൽ പൊട്ടിമുളയ്ക്കട്ടെ. മൂന്നാമത്തെ പാഠം പറയുന്നത്, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ശരിയാണ്. എൻ്റെ ഭർത്താവ് ദൈവം എനിക്ക് ആഗ്രഹിച്ച് നൽകിയതാണ്. എൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ ഹിതമാണ്. എനിക്ക് പിറന്ന മക്കൾ ദൈവത്തിൻ്റെ ഹിതമാണ്. എൻ്റെ മാതാപിതാക്കന്മാർ അത് ദൈവം ആഗ്രഹിച്ചതാണ്. ദൈവം എനിക്ക് അനുഗ്രഹം നൽകിയത് എൻ്റെ മാതാപിതാക്കളിലൂടെയാണ്. നമുക്ക് അംഗീകരിക്കാം. കൂടപ്പിറപ്പുകൾ അംഗീകരിക്കാം. എൻ്റെ ഭാര്യ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ എന്നൊന്നും ചിന്തിക്കരുത്. എനിക്ക് കുറച്ചുകൂടെ നല്ല മക്കളെ ലഭിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എന്നൊന്നും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ശരിയാണ്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലിയുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ ചേർന്നിരിക്കുന്ന കോഴ്സ്, വിദ്യാഭ്യാസ മേഖലയിൽ അത് ശരിയാണ്. ആ ശരിയാണ് നിങ്ങൾ അംഗീകരിക്കുക. ദൈവം നിങ്ങളെ ആശീർവദിക്കും. അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ യുദാസിനെ പോലെ ഞാനൊരു വഞ്ചകനായി മാറരുതേ. എന്നൊരു വഞ്ചകനായി മാറ്റരുതേ. എന്നൊരു വഞ്ചകയായി മാറ്റരുതേ. എൻ്റെ പാപങ്ങൾ തിരിച്ചറിയുവാനും നിന്നോട് 100% വിശ്വസ്തത പുലർത്തുവാൻ കൃപ തരണമേ. അഥവാ വീണുപോയാൽ തിരിച്ചു വരുവാൻ പത്രോസിന് നീ കൊടുത്ത കൃപ പോലെ എന്നിൽ വന്ന് നിറയണമേ, എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് കരങ്ങൾ കൂപ്പി മിഴികളടച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. അവിടുന്ന് മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായി പോയി. യേശുവേ, നിമിഷം നിന്നോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രി മുഴുവനും അവിടുന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, കൃപ തരണമേ, പ്രാർത്ഥനയുടെ കൃപ. പ്രഭാതമായപ്പോൾ അവിടുന്ന് മലയിറങ്ങി താഴെ വന്ന് തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. യേശുവേ, എന്നെയും ചേർത്ത് പിടിക്കണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, അരക്കച്ച അരയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എൻ്റെ ആഗ്രഹം ഇതാണ്, നിന്നോട് ചേർന്നിരിക്കുവാൻ. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അപ്പോൾ അവിടെ നിന്നോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ജീവിതാവസ്ഥകൾ അംഗീകരിക്കുവാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അംഗീകരിക്കുവാൻ, തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുവാൻ കൃപ തരണമേ. യുദാസിനെ ചേർത്ത് നിർത്തിയവനെ, പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് അവൻ്റെ മൂർധാവിൽ ചുംബിച്ചവനെ, എന്നെയും നീ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തെ നീ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ് എന്ന ആ വലിയ പാഠം നീ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ ലാസലറ്റ് മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, സകല മാലാഖമാരെ വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.